സോ ഫ്ലിപ്കാർട്ടിന്റെയും ആമസോണിന്റെയും ഓഫർ ടൈം ആണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു ഓഫർ ടൈമിൽ 10,000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സ്മാർട്ട് ഫോൺസ് ആണ് നമ്മൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് IQ Z9 Lite 5G. ഇത് മെയിൻ ആയിട്ടും ഗെയിമേഴ്സിന് വേണ്ടി എന്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ അത് 6.56 ഇഞ്ചസിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 840 ഹെർട്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ MediaTek Dimensity 6300 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡിന്റെ 14 അതുപോലെ തന്നെ മെമ്മറി എക്സ്പാൻഷൻ ഒക്കെ ഈ സ്മാർട്ട് ഫോണിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണ്. ബേസ് വേരിയന്റ് നോക്കുവാണെങ്കിൽ 4GB 128 ആണ് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ലെൻസ് നോക്കുവാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്നിങ്ങനെ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് സെൽഫി ലെൻസ് നോക്കുവാണെങ്കിൽ 8 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് സെൽഫി ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 1080p നമുക്ക് 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 15 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ആണ് Moto G45 5G. ഈ ഒരു സ്മാർട്ട് ഫോൺ 6.5 ഇഞ്ചസിന്റെ IPS LCD ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 177 ഗ്രാം വെയിറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ Snapdragonന്റെ 6S Gen 3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 മെമ്മറി എക്സ്പാൻഷൻ അതായത് SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ 5G സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ തന്നെ 4GB 128 ആണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ് പറയുന്നത്. ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ ആണ് മെയിൻ സെൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സെൽഫി ലെൻസ് നോക്കുവാണെങ്കിൽ 16 മെഗാപിക്സൽ ഒരു വൈഡ് ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് സെൽഫി ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 1080p 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 18 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫൈനലായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ലിസ്റ്റിലെ മറ്റൊരു ഗെയിമിംഗ് ഫോൺ ആണ് Poco M6 Pro 5G. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6.79 ഇഞ്ചസിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 550 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേക്കകത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സോ ഈ സ്മാർട്ട് ഫോണിനകത്ത് Snapdragonന്റെ 4 Gen 2 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് 13 വിത്ത് MIUI 14 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മെമ്മറി എക്സ്പാൻഷൻ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ആയിട്ട് ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്ന 2 ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെൽഫി ലെൻസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 8 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ലെൻസും സെൽഫി ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 1080p 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 18 വാട്ട്സിന്റെ വയർഡ് PD ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ബേസ് വേരിയന്റിൽ വരുന്ന 4GB 64GB സ്റ്റോറേജിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ 9500 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് ചെയ്യുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് Lava Blaze 2 5G. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6.56 ഇഞ്ചസിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് MediaTek Dimensity 6020 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് മെമ്മറി എക്സ്പാൻഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണ്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബേസ് ആയിട്ടുള്ള 4GB 64GB സ്റ്റോറേജിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത് 50 മെഗാപിക്സൽ പ്ലസ് 0.8 മെഗാപിക്സൽ എന്ന 2 ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ സെൽഫി ലെൻസിൽ നോക്കുവാണെങ്കിൽ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ മെയിൻ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് QHD നമുക്ക് 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 18 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 10,000 രൂപ. സോ നമ്മുടെ ലിസ്റ്റിലെ ഫൈനൽ സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ നോർമൽ യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് Redmi 13C 5G. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6.74 ഇഞ്ചസിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 600 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേക്കകത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ MediaTek Dimensity 6100 പ്ലസ് ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആൻഡ്രോയിഡ് 13 വിത്ത് Fun Touch 14 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ലെൻസ് നോക്കുവാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 0.8 മെഗാപിക്സലിന്റെ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെൽഫി ലെൻസ് നോക്കുവാണെങ്കിൽ 5 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ HDR സപ്പോർട്ട് ചെയ്യുന്ന ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 2 ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 1080p 30 FPS നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ ഈ സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ 18 വാട്ട്സിന്റെ PD വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 9000 രൂപ. സോ അതൊക്കെയാണ് 10,000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഓഫർ ടൈമിൽ കുറച്ചുകൂടെ വില കുറയാൻ ചാൻസ് ഉള്ള കുറച്ച് നല്ല സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിനും ഗെയിമിംഗിന് വേണ്ടിയും നോർമൽ യൂസിന് വേണ്ടിയും പറ്റിയ സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.